നെറ്റ്ഫ്ലിക്സിലും തരംഗമായി മാറുകയാണ് ആഷിക് അബു ചിത്രം റൈഫിൾ ക്ലബ്ബ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിയതിന് പിന്നാലെ നെറ്റ്ഫ്ലിക്സിലും തരംഗമായി മാറുകയാണ് റൈഫിൾ ക്ലബ്ബ്. ആഷിക് അബു സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് കഴിഞ്ഞ ജനുവരി 16-നാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത്. റിലീസ് ചെയ്തതു മുതൽ വിദേശ രാജ്യങ്ങളിലടക്കം ചിത്രം ടോപ്പ് 10 ലിസ്റ്റിൽ തുടരുകയാണ്. OTT റിലീസായതോടെ പാൻ ഇന്ത്യൻ പ്രേക്ഷകരെ ഒന്നടങ്കം ആകർഷിച്ചിരിക്കുകയാണ് ചിത്രം. കേരളവും ഇന്ത്യയും കടന്ന് വിദേശ രാജ്യങ്ങളിലടക്കം ജനപ്രീതി നേടിയിരിക്കുകയാണ് ചിത്രം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ടോപ്പ് 10 ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്ന 2 ഇംഗ്ലീഷ് ഇതര സിനിമകളിൽ ഒന്നാണ് റൈഫിൾ ക്ലബ്ബ്. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേർ ഈ ആഴ്ച കണ്ട സിനിമകളിൽ 2ാം സ്ഥാനവും റൈഫിൾ ക്ലബ്ബ് സ്വന്തമാക്കിയിട്ടുണ്ട്. സ്ട്രീമിംഗ് തുടങ്ങി 3 ദിവസം കൊണ്ട് 1 മില്യൺ കാഴ്ചക്കാരെ നേടിയ ചിത്രം 1.9 മില്യൺ വാച്ച് അവറും സ്വന്തമാക്കി. ബ്ലാക്ക് വാറൻ സീരീസ് ആണ് നെറ്റ്ഫ്ലിക്സ് ടോപ്പ് 10 ലിസ്റ്റിൽ റൈഫിൾ ക്ലബിനൊപ്പം ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു റൈഫിൾ ക്ലബിനെ മുൻനിർത്തിക്കൊണ്ട് 90കളുടെ ആദ്യത്തിൽ നടക്കുന്ന കഥയാണ് റൈഫിൾ ക്ലബ്ബ് പറയുന്നത്. ഉഗ്രൻ വേട്ടക്കാരായ ഒരു പറ്റം മനുഷ്യരുടെ ഇടയിലേക്ക് ഗൺ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനും വേട്ടക്കാരുടെ ജീവിതം അടുത്തറിയാനുമായി റൊമാന്റിക് ഹീറോ ഷാജഹാൻ എത്തുന്നതും തുടർന്നുള്ള അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുമാണ് ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആഷിക് അബു ആദ്യമായി ഛായാഗ്രാഹകൻ കൂടിയായ ചിത്രം ഫിലിം മേക്കിംഗിൽ ഏറെ മികച്ചു നിൽക്കുന്നുണ്ട്. റെട്രോ സ്റ്റൈൽ രീതിയിലാണ് ആഷിക് അബു റൈഫിൾ ക്ലബ്ബ് ഒരുക്കിയിരിക്കുന്നത്. ഒരു പറ്റം അഭിനേതാക്കളുടെ മികവാർന്ന പ്രകടനമാണ് സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ്. വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, ദർശന രാജേന്ദ്രൻ, ഉണ്ണിമായ, സുരഭി ലക്ഷ്മി, സുരേഷ് കൃഷ്ണ, വിഷ്ണു അഗസ്ത്യ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ കഥാപാത്രങ്ങൾക്കെല്ലാം അവരവരുടേതായ സ്പേസ് നൽകിക്കൊണ്ടാണ് ദിലീഷ് കരുണാകരൻ, ശ്യാം പുഷ്കരൻ, ഷറഫു, സുഹാസ് എന്നിവരുടെ കൂട്ടുകെട്ട് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. OPM സിനിമാസിന്റെ ബാനറിൽ ആഷിക് അബു, വിൻസെന്റ് വടക്കൻ, വിശാൽ വിൻസെന്റ് ടോണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്.